ഷാർക്ക് മാൻ ക്യാരക്ടർ എടുക്കണ എൻ്റെ പാർട്ട് 3 വീഡിയോ കണ്ട് നമ്മൾ വരികയാണ് ഗൈസ്. പാർട്ട് 3 നമ്മളിപ്പോൾ ചെയ്യാന്ന് വെച്ചാൽ ഷാർക്ക് മാൻ ക്യാരക്ടർ എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ഇതിൽ മാസ്റ്ററി 400-500 കൊണ്ട് വേണം. ഞാനിപ്പോൾ ഇത് ഓൾറെഡി ഇത് കൂട്ടി വെച്ചെന്നുള്ളൂ, മാക്സ് ഒക്കെ എന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമല്ല നിങ്ങൾക്ക് ആക്കാം. ഇവിടെ ഒരുത്തൻ ട്രേഡിനെ കളിക്കുന്നുണ്ട്, കുഴപ്പമില്ല. നമുക്ക് മാക്സിമം അതാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോർഗോട്ടൻ ഐലൻഡ് ഇല്ലേ ഗൈസ്, ഇവിടുത്തെ ഫോർഗോട്ടൻ ഐലൻഡ് സെക്കൻഡ് സീക്ക്. നിങ്ങൾ സെക്കൻഡ് സീ പ്ലെയർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എടുക്കേണ്ട സാധനമാണ്. ഗോഡ് ഹ്യൂമൻ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിലെന്തായാലും 400 മാസ്റ്ററി വേണം. അപ്പോൾ ഇതെന്തായാലും എടുക്കണം. ഈ രണ്ടിലും 400 മാസ്റ്ററി വേണം. അപ്പോൾ ഞാനത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത് ഓൾറെഡി ഉണ്ട്. ഞാൻ ഫസ്റ്റ് സീന്ന് അടിച്ചിട്ടുണ്ട് എന്ന്. എൻ്റെ കയ്യിൽ 3 ഫൈറ്റിംഗ് സ്റ്റൈലും കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ കുറച്ച് പിള്ളേർ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത്ര ലെവലാണ്. അതായത് നമുക്ക് എൻ്റെ ലെവൽ എന്ന് വെച്ചാൽ 1808 എൻ്റെ ലെവല്. പീപ്പിക്കേണ്ടി വരുന്നു മാറി തീർക്കടാ, കുഴപ്പമില്ല, തീർക്കാം. താങ്ക് യു. പൊട്ട വന്നിട്ട് കൊന്നു. അവനറിയില്ല അവനേക്കാളും ലെവൽ കുറവാണ് എനിക്ക്. നമുക്ക് നേരെ അടുത്ത് പോവാം. ഹോം സെറ്റ് ആക്കണ ഇവിടെയാണ്, അതുകൊണ്ടാണ് ഗൈസ് ഇങ്ങനെ ഫോർഗോട്ടൻ ഐലൻഡിലേക്ക് പോവാം. കഫേയിൽ വരണ്ടായിരുന്നില്ല, ഫോർഗോട്ടൻ ഐലൻഡിൽ തന്നെ ഹോം സെറ്റ് ചെയ്താൽ മതിയായിരുന്നു, ബട്ട് ചെയ്തില്ല. അപ്പോൾ നമുക്ക് തിരിച്ചിങ്ങോട്ട് നമുക്ക് പാലത്തിൻ്റെ മുകളിൽ കൂടെ പോവാം. ബുദ്ധ ഗ്ലിച്ച് ഉപയോഗിച്ച് പോയാലോ എന്നുണ്ട്. ബുദ്ധ ഗ്ലിച്ച് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കളിക്കുന്ന സമയത്ത് ഇവിടെ ഇട്ട് ഒരു സംഭവം വരില്ലേ, ഇങ്ങനത്തെ ലോക്ക്, ഈ ലോക്ക് ഇത് കണ്ടോ, ഈ ലോക്ക് വരില്ലേ. അപ്പോൾ നമ്മൾ ഈ ലോക്കിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പച്ച ഇടണം. അതായത് ചിലപ്പോൾ ഫസ്റ്റ് തൊടുമ്പോൾ നീല വരും, പിന്നെ പച്ച വരുള്ളൂ. അത് കുഴപ്പമില്ല, അതായത് ഇങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് പച്ച പിടിക്കുക. ബുദ്ധ തിന്നിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവേക്കണാക്കണം. അവേക്കണാക്കി കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഡാർക്ക് എടുക്കണ്ട, കുഴപ്പമില്ല, റിവർ എടുക്കുക. റിവർക്കാകുമ്പോൾ പിന്നെ എവിടെ നിന്നും പോയി എടുക്കാം. ഓക്കെ, അപ്പോൾ നേരെ ഇതിങ്ങനെ എടുക്കുക, ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ വയ്ക്കുക, കയ്യിൽ വയ്ക്കട്ടോ. എന്നിട്ട് അപ്പോൾ നമ്മളിങ്ങനെ ടോട്ടലിൽ ജമ്പ് ചെയ്യും. ഇങ്ങനെ ജോയ്സ്റ്റിക്സ് ഇങ്ങനെ നിൽക്കാൻ മതി. ഗ്രീൻ സോണിലെത്തി. നൂബുണ്ട് സീരത്തി ഗ്രീൻ സോണിൽ തന്നെ വീണ്ടെത്തും. ബഗ് ഉണ്ടാവും. ഇവിടേക്കാണ് നമുക്ക് പോകേണ്ടത്. നമുക്ക് നേരെ നാളെ ലൊക്കേറ്റ് ചെയ്തിട്ട് നമുക്കിങ്ങനെ പോവാം. നമുക്കിങ്ങനെ പോവാം. ഇങ്ങനെ ഫോർഗോട്ടൻ ഐലൻഡിൻ്റെ അടുത്താണ്. എന്നാലും നമുക്കിങ്ങനെ ബുദ്ധ ഗ്ലിച്ച് നമുക്ക് അറിയാത്തവർക്ക് പഠിപ്പിച്ചു തരാനാണ്. മൊബൈലൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പോർട്ടലിന് കുറേ ഗ്ലിച്ചൊക്കെ ഉണ്ട്. പോർട്ടലിന് ഗ്ലിച്ച് അറിയാത്തവർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പോർട്ടൽ ഇപ്പം ഇല്ല കയ്യിൽ. ഇപ്പോൾ കറൻ്റ് പോർട്ടലില്ല. നമുക്ക് ആ ഫ്രൂട്ടിലൊക്കെ പോർട്ടൽ നമുക്ക് മേമത്ത് ഇപ്പോൾ നമുക്ക് അങ്ങനെ കൊടുത്തിട്ട് റെഡി ആവുന്നെങ്കിൽ ഇങ്ങനെ എടുക്കുക. സ്റ്റോർ ചെയ്ത് വെച്ചോ, അല്ലെങ്കിൽ വേറെ വല്ല മരം ഒന്ന് കൊല്ലും, കൊന്നു കഴിഞ്ഞാൽ വിടും. പോവാ. അറിയാത്തവർക്കുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഒരു മാസ്റ്റർ ഉണ്ടാവും. ഇയാളുടെ ഷാർക്ക് മാൻ ടീച്ചർ. ഈ ടീച്ചറിലായിരുന്നു വേണം നമുക്ക് ഷാർക്ക് മാൻ ക്യാരക്ടർ എടുക്കാൻ. അയാളോട് ഇപ്പോൾ ടോക്ക് ചെയ്യാൻ പറ്റില്ല. അയാളോട് ടോക്ക് ചെയ്ത് അയാൾ പറയും, I lost my home keys. Could you help me to find them? Thanks. അങ്ങനെ നമുക്ക് പോവാം. ചില ബഗ് അടിക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഗിരിയുടെ സ്ഥലം എങ്ങനെ ബഗ് അടിക്കണത്. മരം വന്നു കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ മരം വന്നിട്ട് കാര്യമില്ല. ഇവിടെ നമ്മൾ പോവാ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോവാ. ഇതാ തോന്നുന്നു. ഇവിടെ തോന്നുന്നു ബോസാണ് സ്പോണാൻ. ഇവിടെ തോന്നുന്നു ബോസ് ആണെന്ന് തോന്നുന്നു. ഞാൻ ഇവിടുന്ന് ഒരു വട്ടം വന്നതാണ്. ഇവിടെ ഇവിടെ
ഈ സൈഡിൽ ഇവിടെ അവിടെയാണ് ബോസ് സ്പോണായി കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് തീർത്തുവിടാം, കുഴപ്പമില്ല. അപ്പോൾ ബോസ് ഇപ്പോൾ സ്പോണായിട്ടില്ല. അപ്പോൾ നമുക്ക് അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ വെക്കാം. പക്ഷെ ഇവിടെ കേട്ടോ ബോസ് ഇപ്പോൾ സ്പോണാവുക. ഇതാ ടൈഡ് കീപ്പർ, ഇതാണ് ബോസിൻ്റെ പേര്. നമുക്കിത് ഇവിടെ നമുക്ക് തോന്നുന്നു സർവർ ഓപ്പ് ചെയ്യണം. അതായത് നമുക്കിവിടെ FK പോയിട്ടൊന്ന് വെക്കണമെങ്കിൽ വെക്കാം നമുക്ക്. അല്ലെങ്കിൽ നമുക്ക് അടുത്ത സർവറിൽ പോവാം. അതായത് എടുക്കാം, പോവാം. ബ്രസീലിയൻ സർവറാണ് ഗൈസ്, ബ്രസീലിയൻ. നമ്മൾ ഇതിലാണ് ഇപ്പോൾ കയറുന്നത്. 8 പേരുള്ളൊരു ബ്രസീലിയൻ സർവറായതുകൊണ്ട് പിന്നെ അത്ര ഉണ്ടാവില്ല, കുറേ പേരുണ്ടാവും എന്തായാലും. എന്ത് പറയാനാ ഗൈസ്, ഓരോരോ ഡാർക്ക് അടിയിട്ട് നമ്മൾ സ്പൂൺ വാങ്ങിയപ്പോൾ ഇവിടെ നേരെ ഇങ്ങോട്ട് പോവാം. ഒരു നൂറുണ്ടല്ലോ. എവിടെ പുറ്റുമാന്ന് അതോ ഇങ്ങനെ ബുദ്ധിയുണ്ട്. ഒരു ഹാക്കർ പാട്ടി നമുക്ക് ഇങ്ങനെ പിടിച്ച് ബാൻ അടിപ്പിച്ചുവിടാം. 10 ബാനൊക്കെ അറിയാത്തവർക്ക് റിപ്പോർട്ടിൽ പോവാം. റിപ്പോർട്ടിൽ പോയി കഴിഞ്ഞിട്ട് ചൂസ് വൺ വിച്ച് പേഴ്സൺ, എൻ്റെ പേരെന്താ പറയാ, XBCO. ഓക്കെ ഇമ്പോർട്ടൻ എൻ്റെ പേരെന്തായിരുന്നു, HBC. എൻ്റെ ഫുൾ നെയിം നമുക്കറിയാൻ പറ്റുള്ളൂ. HBC ഇവൻ തന്നെ WGS ബോക്സ് എന്ന് പറഞ്ഞിട്ട് എന്തൊരു പേര്, എനിക്കൊന്നും മനസ്സിലായില്ല അവൻ്റെ പൊട്ട പേര്. റിപ്പോർട്ട് പോട്ടാ WX ഇവൻ തന്നെ ഇവനെന്താ തിന്നാ. ഇപ്പോഴൊക്കെ തേടിച്ച് പോയതാണ്, മൂപ്പന്മാർക്ക് തേടിച്ചില്ല. അതെന്താ കിട്ടി മച്ചാൻ കിട്ടി. മച്ചാൻ റിപ്പോർട്ട് അടിച്ചു വിടണം. ഏറ്റവും ലാസ്റ്റത്തെ ഇവന്റ് ക്യാപ്ചർ സക്സസ്ഫുള്ളി സബ്മിറ്റ്. എന്തൊക്കെ കണ്ടിട്ട് ഏതാ നമുക്ക് ഇവളാണ് ഇത്ര നേരം എടുത്തിട്ട് പട്ടിശ കൊടുക്കണേ. ഒക്കെ എന്തിൻ്റെ കുട്ടികൾപ്പ് രാവിലെ കഞ്ഞു പിടിക്കാതെ തന്നെ കുട്ടികൾപ്പാണ്. എനിക്ക് പറയാൻ നല്ല താല്പര്യമില്ലാത്തതുകൊണ്ടാ. ടൈഡ് കീപ്പർ വന്ന് ടൈഡ് കീപ്പർ സ്പോണുണ്ട്.
ഇവിടെ ആരും കാണാൻ പാടില്ല. നമുക്ക് നൈസിന് പിന്നെ കൊല്ലണം, ഇല്ലെങ്കിൽ നമ്മളൊക്കെ പെടും. കുറച്ചാലേ കൊല്ലാണോ വിചാരിക്കണം കേട്ടോ. ഓ ലോസ് മാറ ബ്രാദർ തടിക്ക് എത്ര മാറണ്ട ഹെൽത്തിനില്ല കേട്ടോ. ആരുവാ ഇവിടെ ഉണ്ടല്ലേ മച്ച. എന്താ മച്ചാടെ പൊരിയാ മച്ചാടെ ഞാൻ തേമ്പൂലേ മച്ച. നെസ്റ്റിൻ്റെ അടിയിലായിരുന്നു. ഞാൻ കരുതി എൻ്റെ വൈഫൈയുടെ പ്രശ്നമാണ്. ഫസ്റ്റ് തന്നെ കീ കിട്ടണേ. ഇത് ഫസ്റ്റ് തന്നെ കീ കിട്ടിക്കഴിഞ്ഞാൽ W ലക്ക് എന്ന് പറഞ്ഞാൽ കേസ്. W ലക്ക് എന്ന് പറഞ്ഞാൽ കമൻറ്റ് ഇട്ട് കേസ്. ഫസ്റ്റ് തന്നെ കിട്ടുക W ലക്ക് എന്നത്. അങ്ങോട്ടെ ഗൈസ് മണി മാത്രമേ കിട്ടിയുള്ളൂ, വേറെ കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ബോസിനെ കൊല്ലണം. നമ്മൾ ഈ ബോസിനെ വന്നു കഴിയുമ്പോൾ ഒരു കീ കിട്ടും. ആ കീ എടുത്തിട്ട് നേരെ ഫിഷ്മാൻ്റെ കൈ കൊടുക്കാം. എന്നിട്ട് അയാളുടെ ടോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നില്ല, ബാക്കി വീഡിയോ ചെയ്യുന്നില്ല. അപ്പോൾ സ്റ്റേ ട്യൂൺ, ബാക്കി വീഡിയോ കൊണ്ട് വരും ഗൈസ്. ഇത് ഇങ്ങനെ ഇടാൻ പറ്റുള്ളൂ ഗൈസ്. കാരണം വെച്ചാൽ വൈഫൈയുടെ ചെറിയ ഇഷ്യൂ വരുന്നുണ്ട് ഗൈസ്, അതുകൊണ്ടാണ്. ഓക്കെ സ്റ്റേ ട്യൂൺ. പിന്നെ ഇപ്പോൾ കുറച്ച് പഠിക്കാനുണ്ട്, എക്സാം എടുത്ത് വരികയാണ്. അപ്പോൾ പിന്നെ പഠിക്കാനുണ്ട് ഗൈസ്, അതുകൊണ്ടാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ. ബൈ. ഇറ്റ്സ് മീ സൈനിങ് ഔട്ട്. സൊറോ.